പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് കയ്പമംഗലം എന്നൊരു ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു ചേട്ടൻ നമ്മൾ വിളിച്ചായിരുന്നു. ഒരു സ്പ്ലെൻഡർ ഉണ്ട്, പഴയ മോഡൽ സ്പ്ലെൻഡറാണ്. അപ്പോൾ ആ ബൈക്ക് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഞാൻ കണ്ടു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി ഇത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ ബൈക്ക്. ഇതിപ്പോൾ നിലവിലുള്ള പണികൾ ഇതൊക്കെയാണ്. ഇതെന്തോ വണ്ടി മറിഞ്ഞ് വീണിട്ട് ഇത് പൊട്ടിയിരിക്കുകയാണ്. ചേട്ടൻ്റെ വണ്ടിയുമ്പോൾ നിലവിലുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ പണിയുണ്ട്. ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തും പിന്നെ മെയിനായിട്ടുള്ളത് പെയിൻറ്റിങ് വർക്കാണുള്ളത്. അപ്പോൾ മുരുകൻ ചേട്ടൻ അതൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി പണിതതിന് ശേഷം വണ്ടി മുരുകൻ ചേട്ടനെ തിരിച്ച് കൊണ്ടുവരും. കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിനിൽ നിന്ന് പുക വരുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ഉണ്ട്. ക്ലച്ച് ജാമായിട്ടിരിക്കുകയാണ്. ക്ലച്ച് പ്ലേറ്റിൽ തേയ്മാനം വന്നുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഗിയറിലൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത്. സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ ബൈക്ക്. പക്ഷെ നല്ല പുകയുണ്ട്. പിസ്റ്റൺ സിലിണ്ടറും പണിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല പുക വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ കാണാം, അതായത് ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കിക്കർ ഇത് അടിയാത്തത്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ചേട്ടൻ മുരുകൻ ചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. മുരുകൻ ചേട്ടൻ ഈ ബൈക്കിനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ മുരുകൻ ചേട്ടൻ പറയും. എൻ്റെ പേര് മുരുകൻ. എൻ്റെ വണ്ടിയാണിത്. ഇത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നും പണിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എൻ്റെ വണ്ടി ഞാൻ ഷാരോന് കൊടുക്കണം. അതുപോലെ പിന്നെ വണ്ടിയുമുള്ള പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുമുള്ള പണികൾ കുറച്ചധികമുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് പണിയാൻ പറ്റാത്ത സാഹചര്യം കാരണം ഇപ്പോൾ ഈ മഴ കാരണം കൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പണിതതിന് ശേഷം ഞാൻ ബൈക്ക് ചേട്ടൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് മുരുകൻ ചേട്ടൻ താക്കോല് മേടിക്കുകയാണ്. ഞാൻ സന്തോഷത്തോടെ താക്കോല് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലെൻഡറായിട്ട് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് അരിപ്പാലത്തുള്ള നമ്മുടെ സജിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. സജിച്ചേട്ടൻ ഇവിടെ ഉണ്ട്, മെയിൻ ആശാനാണ്. അതെ, സജിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സജിച്ചേട്ടൻ. നമ്മുടെ ബൈക്കുകളുടെ എല്ലാ പണിയും ചെയ്യുന്ന സജിച്ചേട്ടനാണ്. സജിച്ചേട്ടൻ്റെ അസിസ്റ്റന്റ് ഇവിടെ അമ്മല് ഇവിടെ ഉണ്ട്. ഇതാണ് അമ്മല്, എൻ്റെ കൂട്ടുകാരനാണ്, ഒറ്റ ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ ബൈക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മലിപ്പോൾ ഇത് എഞ്ചിൻ അഴിക്കാനുള്ള പരിപാടിയാണ്. എഞ്ചിൻ ഓയിലൊക്കെ എടുത്ത് എഞ്ചിൻ അഴിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അഴിച്ച് നോക്കി കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ലൈറ്റ് വർക്ക്ഷോപ്പിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്. അമ്മലെ ഓക്കെ. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സ്പ്ലെൻഡറിൻ്റെ എൻജിൻ ഫുൾ അഴിച്ചിട്ടുണ്ട്. എൻജിനിപ്പോൾ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം എൻജിൻ എന്തായാലും ഫുൾ പണിയേണ്ടി വരും. അത് പുകയുള്ളതുകൊണ്ട് പിസ്റ്റൺ സിലിണ്ടർ എന്തായാലും പണിയേണ്ടി വരും. പിസ്റ്റൺ സിലിണ്ടർ പണിയുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ക്രാങ്കിൻ്റെ പണിയും കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല പെർഫെക്റ്റായിട്ട് പണിതെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിപ്പോൾ എൻജിൻ ഫുൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരോ പീസുകളായിട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സഹിച്ചേട്ടൻ. ഇത് ഫുള്ള് എന്തായാലും എൻജിൻ ഫുള്ള് പണിയും. പിന്നെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കംപ്ലീറ്റ് അഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മുടെ സജിച്ചേട്ടൻ കംപ്ലീറ്റ് പാർട്സുകൾ അഴിച്ച് തന്നിട്ടുണ്ട്. എല്ലാം സ്പ്ലെൻഡർ ഫുള്ള് എല്ലാം പീസാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ ബോഡി പാർട്സ് കംപ്ലീറ്റ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം.
ഇപ്പോൾ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്ര ഐറ്റംസാണ് നമ്മളിപ്പോൾ റീപെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ബാക്കി സ്പെയർസൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്, പുതിയത് വാങ്ങിച്ചു വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പാർട്സുകൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഈ ബൈക്കിൻ്റെ ടാങ്കുമ്മലുണ്ടായിരുന്ന സ്റ്റിക്കർ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല സ്റ്റിക്കറായിരുന്നു, അതിന് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കമ്പനി സ്റ്റിക്കർ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതുകൊണ്ടും അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിലാണ് പെയിൻറ്റ് ചെയ്തത്, മാസ്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന സ്പ്ലെൻഡറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നല്ലൊരു പുതിയ ബൈക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഷോറൂം കണ്ടീഷൻ ബൈക്ക് പോലെ തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കലും പെയിൻറ്റിങ്ങും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ബൈക്ക് നമുക്ക് തന്ന മുരുകൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. മുരുകൻ ചേട്ടൻ്റെ ബൈക്ക് കാണുമ്പോൾ എന്താണോ തോന്നുന്നതെന്ന് നമുക്ക് മുരുകൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നേരെ നമ്മൾ കയ്പമംഗലത്തേക്ക് പോവാണ്. സൂപ്പറായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പ്ലെൻഡറായിട്ട് നമ്മുടെ മുരുകൻ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബൈക്ക് വാങ്ങിച്ചപ്പോൾ നമ്മുടെ മുരുകൻ ചേട്ടനാണ് നമുക്ക് ബൈക്ക് തന്നത്.
അപ്പോൾ ബൈക്ക് കണ്ടതിന് ശേഷം ഇപ്പോൾ മുരുകൻ ചേട്ടന് ഇപ്പോൾ എന്താണ് തോന്നുന്നത്, മുരുകൻ ചേട്ടന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ പറയാനുള്ള വെച്ചാൽ കണ്ടത് കൊണ്ടായ വണ്ടി അല്ലത്. ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കിതിപ്പോൾ കൈവിടാനും തോന്നുന്നില്ല. എന്തായാലും നല്ലൊരു അടിപൊളി വണ്ടിയാക്കി മാറ്റി, കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട്. വണ്ടി വിട്ടുകൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും പറയല് സൂപ്പറായിട്ട് വണ്ടി. എന്തായാലും ചേച്ചനും ഭംഗിയായിട്ട് പണിത് സൂപ്പറായി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്പ്ലെൻഡർ നമ്മൾ ഫുള്ളായിട്ട് പണിതെടുത്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി റീസ്റ്റോറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൈക്കുമ്മേൽ. കാരണം കംപ്ലീറ്റ് പാർട്സുകൾ അഴിച്ചിട്ടാണ്, എൻജിനടക്കം അഴിച്ചിട്ടാണ് ഇത് നമ്മൾ വർക്ക് ചെയ്തത്. ഒരു ഫുള്ളി റീസ്റ്റോറേഷൻ വർക്ക് തന്നെ ഈ സ്പ്ലെൻഡറിൽ നമ്മൾ ചെയ്തു. വണ്ടി ഏകദേശം നല്ല പുതിയ വണ്ടി തന്നെയായി, ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയായി. മുരുകൻ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുരുകൻ ചേട്ടന് വണ്ടി കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല, പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മൂലം വണ്ടി നമ്മൾ സെയിൽ ചെയ്തു. വേറൊരു പയ്യനാണ് വാങ്ങിച്ചത്. ആളിപ്പോഴും ഈ ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു സ്പ്ലെൻഡർ എടുത്ത് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി വീണ്ടും ഇതേപോലെ ഒരു വർക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.